ബലഹീനതകളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എന്തേലുമൊക്കെ ബലഹീനതകളുള്ളവ, നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ. നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ, യേശു വിളിക്കുന്നു. നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാൻ ഓടിവാ. Come into me. എന്തിനു വേണ്ടിയാണ് ഈ രാജാവ് ക്രൂശിതനായത്? എന്തിനു വേണ്ടിയാണ് ഈ ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചത്? 2 കൊരിന്ത്യർ 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ വാക്ക് എല്ലാവരോടും ഒന്ന് പറയാമോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഇനി ആ കൈ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. അവിടെ പേരൊന്നും എഴുതിയിട്ടില്ല ദൈവദാസനെ, ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ടത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നുള്ള പേരൊന്നും എഴുതിയിട്ടില്ലെന്നേ. എന്തിനാ എഴുതുന്നേ? കാരണം എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാളേ ഉള്ളൂ. ചിലര് മരിച്ചത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, ചിലര് മരിച്ചത് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ്, ചിലത് ആത്മഹത്യയാണ്, ചിലത് കുലപാതകമാണ്, ചിലത് വാർദ്ധക്യ സഹജമായ മരണമാണ്, ചിലത് ആക്സിഡന്റ് ആണ്, ചിലത് മാറാ രോഗത്താൽ ഉണ്ടായ മരണമാണ്, ചിലത് സ്വാഭാവിക മരണമാണ്. ഇങ്ങനെയുള്ള മരണേ ലോകത്തിലുള്ളൂ. പക്ഷെ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. അതാ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 15-ാമത്തെ വാക്യം നോക്കി, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി, പറഞ്ഞേ, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു. യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമല്ല, അതൊരു പകരമരണമാണ്. എന്ന് പറഞ്ഞാൽ എന്നാ? പ്രായശ്ചിത്ത മരണം. എനിക്ക് വേണ്ടി മരിച്ചത്. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. കണ്ടോ? വാ കൊണ്ട് പറഞ്ഞ്, യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. എൻ്റെ ശാപം മാറാൻ, എൻ്റെ രോഗം സൗഖ്യമാകാൻ, എനിക്ക് നിത്യജീവൻ ഉണ്ടാകാൻ, ഞാൻ ദൈവത്തിൻ്റെതായി മാറാൻ, എൻ്റെ വീട്ടിൽ വിടുതൽ നടക്കാൻ, അതിനു വേണ്ടി ഇനി ഒരു കോഴിയും കുറുക്കനും ചാകണ്ട, ഒരാടും മാടും മരിക്കണ്ട. അതിനു വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവാണ്. അതെന്നാ എന്നെ പ്രായശ്ചിത്ത മരണമായിരുന്നു എന്നായി പറയുന്നത്. ഒരു കോഴിയെ കൊണ്ടുവന്ന് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവൂ? ആകാശം ഇരുണ്ടിട്ടുണ്ടോ? തിരശീല 2ആയി കീറിയിട്ടുണ്ടോ?
കല്ലറ തുറന്ന് മരിച്ച വിശുദ്ധന്മാർ ഉയർത്തിട്ടുണ്ടോ? പറ. യേശു ക്രൂശിൽ യാഗമായപ്പോൾ, ആ പ്രായശ്ചിത്ത മരണം നടക്കുമ്പോൾ ഭൂമി ഇരുണ്ടു, ഭൂചലനമുണ്ടായി. ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് രണ്ടായി കീറി. കല്ലറയിലുള്ള വിശുദ്ധന്മാർ ഉയർത്തു. റോമർ 3:25 യേശുവിന്റെ മരണം പകരമരണമായിരുന്നെന്നും പ്രായശ്ചിത്ത മരണമായിരുന്നെന്നും വ്യക്തമാക്കി കുറച്ചുകൂടി നല്ലോണം അത് പറഞ്ഞേക്കുന്നത് 1 യോഹന്നാൻ 2:1 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പറഞ്ഞു, യേശു എന്റെ പാപത്തിന് പ്രായശ്ചിത്ത മരണം വഹിച്ചു. ഹല്ലേലൂയ. എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു. ഓ ജീസസ്. ഡിക്ലെയർ ഇറ്റ്, ക്ലെയിം ഇറ്റ്. എനിക്ക് പകരമായി ക്രിസ്തു അത് ചെയ്തെങ്കിൽ, ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ എനിക്കായി മരിച്ചെങ്കിൽ, എൻ്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. പറഞ്ഞു, എൻ്റെ മരണം നീങ്ങി എനിക്ക് ജയം വന്നു. കർത്താവിൻ്റെ ദാസൻ ജിജി മോഹൻ പാസ്റ്റ് എനിക്ക് ഈ മൈക്ക് പിടിച്ചു തന്നാൽ, എനിക്ക് പിന്നെ ഈ മൈക്ക് പിടിക്കണോ? വേണോ? എനിക്ക് ആ സഹോദരൻ ഈ വെള്ളം ഗ്ലാസ്സിൽ എടുത്തോണ്ട് വന്ന് ഇവിടെ കുടിക്കാൻ വെച്ച് തന്നാൽ, എനിക്കിനി വെള്ളം എടുക്കാൻ പോണോ? എനിക്ക് പകരമായി എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചെങ്കിൽ, വാ കൊണ്ട് പറയണം, ഏ മരണമേ നിന്റെ ജയം എവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പാപത്തിന്റെ ശമ്പളം മരണം, എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രായശ്ചിത്ത മരണം, പകരമരണം. എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത പുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും അവൻ തൻ്റെ സഹോദരന്മാരുടെ സദൃശ്യനായി തീരുവാൻ ആവശ്യമായി തീർന്നു. ചേർന്നൊരാമീൻ പറഞ്ഞേ. പ്രായശ്ചിത്ത മരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വഹിച്ചത്, ബൈബിൾ പറയുന്നവൻ വിശ്വസ്ത പുരോഹിതൻ. പറഞ്ഞേ, വിശ്വസ്ത പുരോഹിതൻ. കാരണം പഴയ നിയമം വായിക്കുമ്പോൾ ഈ ആടിനെയും ഒക്കെ യാഗം കഴിക്കേണ്ടത് പുരോഹിതനാണ്. എന്നാൽ ക്രിസ്തു തന്നെ വിശ്വസ്ത പുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്ന ആ പുരോഹിതൻ തന്നെ നമുക്ക് വേണ്ടി യാഗമായി. എന്നിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നൊരു സത്യമുണ്ട്, ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിതൻ. പറഞ്ഞേ, എന്നെ വിടുവിച്ചത് 1 മാസത്തേക്കല്ല, ഒരിക്കലായി എന്നേക്കുമായി. എന്നേക്കുമായി ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട, ശാപം മാറിയ, അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവമക്കൾ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി. എന്നേക്കുമായി I receive it, the everlasting blessing. It's an everlasting blessing because I am serving the everlasting Father. ഇടയ്ക്കിടയ്ക്ക് സംശയിക്കരുത്. കൈ കൊടുത്ത് പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോഴോ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരിക്കലായി എന്നേക്കുമായി. കൈ ഉയർത്തി പറഞ്ഞ്, എന്നേക്കുമായി യേശുവിൻ്റെ രക്തം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവിക ശാപം 3 തലമുറ മേൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി വിടുവിക്കപ്പെട്ടവന്റെ അനുഗ്രഹം 1000 തലമുറയുടെ മേലിലേക്ക്. 1000 തലമുറ.
1000 ജനറേഷൻ. എന്തിനായിരുന്നു ആ പ്രായശ്ചിത്ത മരണം? കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പിശാച് നിനക്കെതിരെ എഴുതി വെച്ച നീ തോറ്റുപോയി എന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളഞ്ഞ പിന്നെ എടുത്തോണ്ട് വരാം. കീറിക്കളഞ്ഞൊന്നുമില്ല, അതിനകത്ത് എഴുതിയിരുന്ന എല്ലാം മായ്ച്ചു കളഞ്ഞു. ഈ കീറിക്കളഞ്ഞത് ഒട്ടിക്കാം, മറച്ചു വെച്ചത് പിന്നെ എടുത്തോണ്ട് വരാം. പക്ഷെ ഒരു സാധനം മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് എടുത്തോണ്ട് വരാൻ പറ്റുകയില്ല. ശാപം, രോഗം, കടം, ആത്മഹത്യ, തിന്മകൾ, വീഴ്ചകൾ, സകല പൈശാചിക ശക്തികൾ, നിനക്കെതിരെ എഴുതപ്പെട്ട സകല തിന്മകളും കർത്താവ് തന്റെ രക്തത്താലെ മായ്ച്ചു കളഞ്ഞു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങൾക്കകത്ത് ഇന്ന് പകൽ ഭയങ്കര വിടുതലുകൾ നടക്കുക. മായ്ച്ചു കളഞ്ഞു. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല അവൻ എന്നെ വീണ്ടെടുത്തത്. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന എത്ര പേരുണ്ട് ഇവിടെ? Marvelous light. We are in the marvelous light. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അത്ഭുത പ്രകാശ വലയത്തിലാണ്. പൈശാചിക ശക്തികൾക്ക് നോക്കാൻ കഴിയാത്ത നിലകളിലുള്ള marvelous light. I'm seeing in my spirit that marvelous light is shining in you. ആ അത്ഭുത പ്രകാശം നിന്നെ വലയം ചെയ്തിരിക്കുന്നു. സഭയെ, കുടുംബമേ, ആ അത്ഭുത പ്രകാശം നിന്റെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. It's a marvelous light. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് 1 പത്രോസ് 1:19 പൊന്നു വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും. 18ാമത്തെ വാക്യം നോക്കിയേ. വ്യർത്ഥവും പിതൃപാരമ്പര്യവും. ക്രിസ്തുവിലായ സഹോദര, ക്രിസ്തുവിലായ സഹോദരി, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദലേ, ആ കണ്ണിക്കകത്തുനിന്ന് ദൈവം നിന്നെ പൊട്ടിച്ചെടുത്തു. You are not there. You are not there. നീ ഇപ്പോൾ അവിടെ ഇല്ല. നീ ഇപ്പോൾ ആ ഹെറിറ്റേജിനകത്തില്ല. നീ ഇപ്പോൾ ആ പാരമ്പര്യത്തിലില്ല. Because you are born again. You are the child of God. You are born again. Hallelujah. Hallelujah. Amen. Now you are in the kingdom of God. The Spirit of the Lord is dwelling in you. The hope of glory is dwelling in you. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഞാനിപ്പോൾ ആ പഴയ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ആ രോഗക്കാരനല്ല, രോഗക്കാരി അല്ല. എന്റെ യേശുവിന്റെ രക്തം എന്നെ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകുക, ചില പാരമ്പര്യ രോഗങ്ങൾ അവരെ വിട്ടുപോകുകയാണ്. The Christ is in you and you are in Christ. ക്രിസ്തു നിങ്ങളിലുണ്ട്,
നിങ്ങൾ അവനിലുണ്ട്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ വളരെ ഫലമുള്ളവരാകും. ക്രിസ്തു ഇപ്പോൾ നിങ്ങളിലുണ്ട്, നിങ്ങളിപ്പോൾ അവനിലുണ്ട്. അവനും നിങ്ങളും ഒന്നാണ്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. എന്റെ അകത്ത് ആ വേർഡ് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. മാർവലസ് ലൈറ്റ്, മാർവലസ് ലൈറ്റ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഈ അത്ഭുത പ്രകാശത്തെ പൊട്ടിക്കാൻ, ഇതിനകത്ത് കയറി വന്ന് അടിക്കാൻ. Because of Jesus' death, cancel the legal demands of the law against us. All the legal demands is cancelled. 2 വര വരച്ച് ചെക്കിനകത്ത് ക്യാൻസൽഡ് എന്ന് എഴുതിയ നീ ഇനി അത് ഏത് ബാങ്കിൽ കൊടുത്താലും മാറുകയില്ല. That check is cancelled. ഇനി അതിനകത്തുനിന്ന് 1 നയാ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. പിശാചേ, your check is cancelled. Your all legal demands is cancelled through the blood of Jesus. എന്തോ വാദിക്കുന്നേ? എന്നാ വാദിക്കാനാ? ആരാ വാദിക്കുന്നേ? എനിക്കെതിരെ വാദിക്കുന്ന ശക്തി, എനിക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാചേ, എന്ത് വാദം? Your all case is cancelled. കോർട്ടിലിരിക്കുന്ന ജഡ്ജിയായ പിതാവായ ദൈവത്തോടാണോ പിശാചേ നീ ഇവന്റെ കാര്യം പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നേ? ജഡ്ജിയാകുന്ന പിതാവായ ദൈവം പറയും, that file is closed. That file is closed. ന്യായപ്രമാണമെന്ന കടപ്പത്രത്തെ മാറ്റി എനിക്കെതിരെ ന്യായപ്രമാണമുണ്ടാക്കിയ നിയമപരമായ ആവശ്യങ്ങളെ റദ്ദ് ചെയ്ത് എന്നെ ലോയ്ക്കകത്തുനിന്ന് ലവിനകത്ത് കൊണ്ടുവന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോയിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ലവിലാണ്. നിന്റെ അടുത്തിരിക്കുന്ന ആൾ ഇപ്പോഴും നിന്നെ ലോയിലായിരിക്കും നോക്കുന്നേ, പക്ഷെ നീ നിൽക്കുന്നത് ആ ലവിലാണ്. That love is great. The love never fails. The love never changes. In the name of Jesus. That love never fails. That love never changes. That is an unconditional love. Amen. That's an unconditional. എല്ലാ കുറ്റബോധത്തിന്റെ പിശാചം വിട്ടുപോട്ടെ. I'm in Christ. Christ is in me. Lord, I am in you. You are in me. Be one in Christ. I'm completed in Christ. I'm perfect in Christ. I'm a saint in Christ. Because the marvelous light is surrounding me. That marvelous light. വായിച്ചാൽ മതി റോമർ 7:9-10. ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന, 10ാമത്തെ വാക്യം, എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാമോ, ഈ വലിയ കടമൊക്കെ മേടിച്ചാൽ ഈ കടം മേടിക്കുന്ന ആള് പ്രോമിസറി നോട്ട് കൊടുക്കും. പ്രോമിസ് ചെയ്ത ഒരു പറയുന്നൊരു ഡീഡ്, ഇത്രാം തീയതിക്കകം ഞാൻ ഈ പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേൽ നിന്ന ന്യായപ്രമാണത്തിൻ്റെ കടം, ലോ, ആ പ്രൊമിസറി നോട്ട്, പിശാച് എഴുതി വെച്ചത്, മനുഷ്യൻ എഴുതി വെച്ച ലോ, യേശു കർത്താവ് വാസ്തവമായി ഡിസ്ട്രോയ് ചെയ്തു. അത് എബ്രായർ 2:14-15. ആകിയാൽ ദൈവപുത്രനായ യേശു
ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാരും പറഞ്ഞേ, യേശു എനിക്കുള്ളത് കൊണ്ട്. യേശു എനിക്കുള്ളത് കൊണ്ട്. 15-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. ബലഹീനതകളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. എന്തേലുമൊക്കെ ബലഹീനതകളുള്ളവർ, നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ. നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിക്കാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് ഓടിവാ. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ. യേശു വിളിക്കുന്നു, നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാതെ ഓടിവാ. Come. Come into me. ഇന്നും ഈ തിരുവത്താഴം ഇവിടെ ഇരിക്കുമ്പോൾ കുറ്റബോധത്തോടെ ഹൃദയവേദനയോടെ, അയ്യോ കർത്താവേ, ഞാനെങ്ങനെ തിരുമേശ എടുക്കും എന്ന ചിന്തയോടെയാണോ ഇരിക്കുന്നേ? കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ. കൈകൾ ഉയർത്തി, കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താൽ രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ, കടന്നുവാ, കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ. അതുകൊണ്ട് കൃപ ലഭിക്കുവാൻ, തക്ക സമയത്ത് സഹായം ഉണ്ടാകാൻ ആ കൃപാസനത്തിനരികിലേക്ക് കടന്നുവാ. മുഴങ്കാലിരിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മുഴങ്കാലിരുന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിന്നേ. ആ കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഓ കടന്നുവാ. Yes, Lord. Come to this throne, the throne of grace, the throne of grace. ഈ കൃപയുടെ സിംഹാസനത്തിന് അരികിലേക്ക് നിന്നെ മനസ്സിലാക്കുന്ന പുരോഹിതൻ, നിനക്ക് വേണ്ടി ജീവൻ തന്ന പുരോഹിതൻ,